നമസ്കാരം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും. ഇപ്പോഴേ ഹണി റോസിനെ പറ്റി എല്ലാവർക്കും സംസാരമുള്ളല്ലേ. ഹണി റോസ്, രാഹുൽ ഈശ്വർ, രാഹുൽ ഈശ്വരനെ പോലീസ് അറസ്റ്റ് ചെയ്തോ, അയാളങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊക്കെയാണ് ചിന്താവിഷയം അല്ലേ. ബോച്ചെ ഇവരൊക്കെയാണ് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. എവിടെ വീഡിയോ നോക്കിയാലും എന്തെടുത്താലും. രാഹുൽ ഈശ്വർ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സത്യത്തിൽ എനിക്ക് തോന്നുന്നു പറയേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ട് അല്ലേ. ഇവിടെ സ്ത്രീക്ക് അധികാര അവകാശമില്ലേ. അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചോട്ടെ അവര്. രാഹുൽ ഈശ്വർ എന്തിനാ ഇതൊക്കെ പറയാൻ പോകുന്നതല്ലേ. പക്ഷെ രാഹുൽ ഈശ്വർ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ സത്യത്തിൽ. അദ്ദേഹം പറഞ്ഞത് സഭ്യമായ രീതിയിൽ കുറച്ചും കൂടി മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് വേദിയിൽ വന്നാൽ പോരെന്ന് അദ്ദേഹം പറഞ്ഞുള്ളൂ. അതിൽ തെറ്റൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ അഭിപ്രായം പറയാലോ. അഭിപ്രായം പറയാൻ ഇവിടെ ആർക്കും അധികാരമില്ലാത്ത അല്ലേ. അവരങ്ങനെ വസ്ത്രം അണിയും പോലെ ഇവർ ഇവിടെ അഭിപ്രായം പറയാനും അധികാരമില്ലേ അല്ലേ. എല്ലാവർക്കും അവകാശമുണ്ട്. ആർക്കും ഇവിടെ പറയാം, അഭിപ്രായം പറയാം. അത് നിങ്ങൾ സ്വീകരിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ഇത് അല്ലേ. അഭിപ്രായങ്ങളും കമന്റും രീതിയിൽ പലതും നമുക്ക് പറയാം സഭ്യമായ രീതിയിൽ. അദ്ദേഹം മോശമായിട്ടൊന്നും പറഞ്ഞില്ല. രാഹുൽ ഈശ്വർ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ. വളരെ മാന്യമായിട്ട് അവരെ വളരെ ഹണി റോസിനോട് വളരെ ബഹുമാനത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത്. കുറച്ചും കൂടി മാന്യമായിട്ട് വസ്ത്രം ധരിച്ചുകൂടെ എന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളൂ. അതിനിങ്ങനെ ഹണി റോസ് തുള്ളേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. ബോച്ചക്കെതിരെ ചെയ്തത് തീർച്ചയായിട്ടും നമ്മളൊക്കെ അംഗീകരിക്കുന്ന അഭിനന്ദിക്കുന്ന കാര്യം തന്നെയാണ്. ബോച്ചക്കത് കിട്ടണം അല്ലേ. ബോച്ച കുറേയിൽ തുടങ്ങിയിട്ട് അല്ലേ. എന്തൊക്കെ പദങ്ങളാണ് അയാൾ മോശമായിട്ട്. ഒരു പെൺകുട്ടി ചെറിയ മോള, അയാളുടെ മോള പറയുകയാണ്, ഒരു ബൈക്കിന്റെ പിന്നിലിരുത്തിയിട്ട് ഞങ്ങൾ അങ്ങ് വിദേശത്തേക്ക് പോകണം, ഇനി തിരിച്ചു വരുമ്പോൾ ഒരു ട്രോഫിയും കൊണ്ടൊക്കെ വരൂ അല്ലേ. ശരിക്കും ദ്വയാർത്ഥ പ്രയോഗത്തിൽ അപമാനിക്കുകയാണ് അയാൾ സ്ത്രീകളെ അല്ലേ. വളരെ മോശമായിട്ട് സ്ത്രീകളെ കാണുന്ന ഒരു മനുഷ്യനാണ് ഈ ബോച്ച എന്ന് പറയുന്ന വ്യക്തി. അയാൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് കുറച്ച് മാന്യമായ രീതിയിൽ അയാൾ സംസാരിച്ചിരുന്നെങ്കിൽ എത്രയോ ജ്വല്ലറികളുടെ ഉടമയാണ്. എവിടെ ചെന്നാലും അയാളുടെ ഇങ്ങനെ മോശം വർത്തമാനവും ഡയലോഗുകളും ദ്വയാർത്ഥ പ്രയോഗവും അല്ലേ അങ്ങേയറ്റം അപലനീയമാണത്. അത് സമ്മതിച്ചേ പറ്റൂ അല്ലേ. അവർക്ക് അങ്ങനെ പറയാൻ പാടില്ല. അപ്പം മമ്മൂട്ടി പറഞ്ഞത് ശരിയാണ്. മമ്മൂട്ടി ഒരു അഭിപ്രായം പറഞ്ഞ കേട്ടു. ഇങ്ങനെ സംസ്കാരമില്ലാത്ത കുറേ പേരുണ്ട് നമ്മുടെ നാട്ടിൽ അല്ലേ. കുറേ ഇങ്ങനത്തെ ബോച്ചനെ പോലെ പെണ്ണുങ്ങൾ എന്തെങ്കിലും പോസ്റ്റ് ഇട്ട് അതിൻ്റെ താഴെ മോശം കമന്റ് ഇടുന്ന അല്ലേ എത്രയോ പേരുണ്ട് ഇവിടെ. മറ്റേ കള്ള ഐഡിയിലൊക്കെയാണ് ഇടുക. നല്ല ഐഡിയിലൊന്നും ഇവർക്ക് വരാൻ ധൈര്യമില്ല. ഇങ്ങനെ സ്ത്രീകളെന്തെങ്കിലും പോസ്റ്റ് ഇട്ടാൽ ഇങ്ങനെ മോശം കമന്റുകൾ, വൃത്തികെട്ട കമന്റുകളൊക്കെ പലരും ഇടുന്ന കാണാം. എന്തിനാണ് അവർക്ക് ഇഷ്ടമുള്ള പോസ്റ്റ് ഇട്ടോട്ടെ. സ്ത്രീകളൊക്കെ ഏത് രീതിയിലും വന്നോട്ടെ. എത്രയൊക്കെ ഉത്തരേന്ത്യയിലുള്ള സ്ത്രീകളൊക്കെ നമ്മൾ ഇതിലൊക്കെ കാണുന്നില്ലേ. പിന്നെ ഇതിലുമൊക്കെ യൂട്യൂബിലും അതിലുമൊക്കെ കാണുന്നില്ലേ. പല ഡാൻസ് ചെയ്തിട്ടും പലതും ഇങ്ങനെ കുലുക്കിയൊക്കെ ഡാൻസ് കാണാം. അവർക്ക് ഇഷ്ടമുള്ള ഇത് ചെയ്തോട്ടെ. ഇതൊക്കെ കാണുന്നവർ കണ്ടാൽ മതി. അല്ലാതെ അവരങ്ങ് വിട്ടേക്ക്. നിങ്ങളവരെ ഞരമ്പന്മാരെന്നോ എന്തെങ്കിലും വേണം വിശേഷിപ്പിച്ചോളൂ അല്ലേ. പക്ഷെ അത് കാണുന്നവർ കണ്ടോളൂ. അത് കാണുന്നവർ അതിനാണ് വ്യൂസ് കൂടുതൽ. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഹണി റോസിനും വ്യൂസ് കൂടുതൽ. ഹണി റോസ് കുറച്ച് ഗ്ലാമറസ് ആയി വരുന്നതുകൊണ്ടാണ് അവരെ കാണാൻ ആൾക്കാർ ഇങ്ങനെ തടിച്ചു കൂടുന്നത്. അവർ വെള്ളയും നല്ല അന്തസ്സായിട്ട് വസ്ത്രം ധരിച്ചാലും കാണാൻ പോകുക. ആര് കാണാൻ പോകാൻ. ഇവിടെ അവരെ കാണാൻ പോകുന്നതൊക്കെ വാ വിളിക്കുന്ന കുറേ ആൾക്കാർ. അവർ കുറ്റം പറയുകയില്ല. അതൊക്കെ അവരുടെ താല്പര്യം, എങ്ങനെയെങ്കിലും നടന്നോട്ടെ. ഈ സ്ത്രീകളൊക്കെ അങ്ങനെ നടക്കുന്നവർ അങ്ങനെ ഏത് രീതിയിൽ അങ്ങ് വസ്ത്രം ധരിച്ച് നടന്നോട്ടെ. ഈ പൊട്ടൻ രാഹുൽ ഈശ്വർ ഇതൊക്കെ പറയപ്പെട്ട കാര്യം എന്ത്. സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള അവകാശം അധികാരമുണ്ട്. അവരെങ്ങനെയെങ്കിലും നടന്നോട്ടെ അല്ലേ. സംസ്കാരം അന്തസ്സും കുറച്ച് കാത്തു സൂക്ഷിക്കുന്ന സ്ത്രീകൾ നല്ല രീതിയിൽ നടക്കട്ടെ അല്ലേ. അവരെ നമ്മൾ മാനിക്കും അല്ലേ. അത്രയേ ഉള്ളൂ. അതൊക്കെയേ ഉള്ളൂ. അതൊക്കെയാണ് സത്യം അല്ലേ. അപ്പോഴൊക്കെ താങ്ക് യു.